ഹായ് ഡിയേഴ്സ്, ഇന്ന് യാമീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. മൂന്നാമത്തെ ബർത്ത്ഡേ ആണ്. അങ്ങനെ യാമിക്കുട്ടി 3 വയസ്സിലെത്തിയിരിക്കുകയാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് ഇവർ വളർന്ന് വലുതാവുന്നതെന്ന് അറിയോ, പെട്ടെന്നായി പോയിട്ടോ. ചിലപ്പോൾ നമുക്ക് തോന്നും ആ ചെറിയ കുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതിയെന്ന്. ഇടുത്തൊക്കെ നടക്കണേ പെട്ടെന്നായി പോയി വലിയ കുട്ടികളാവുന്നത്. അങ്ങനെ പെട്ടെന്ന് 3 വർഷം ആയ പോലെ തോന്നി. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ, വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെ ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. തിരക്കേ ഉണ്ടായിരുന്നില്ല. സൺഡേ ആയിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ. സൺഡേ തന്നെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ തന്നെ സെലിബ്രേഷൻ വെച്ചു. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രേഷനൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്ത് ആൾ കണ്ടിരുന്നു നല്ല റീലിൽ പോസ് ചെയ്യുന്ന പോലെ നിൽക്കുക. അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞതാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇനി വീട്ടിൽ പോയിട്ട് വലിയ ഡെക്കറേഷൻ പരിപാടികൾ അങ്ങനെയൊന്നുമില്ല. ആൾക്ക് ബലൂൺ പേടിയായതുകൊണ്ട് ഒരു ബലൂൺ രഹിത ബർത്ത്ഡേ കേട്ടോ. പിന്നെ അപ്പം നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് ഉള്ളത്. ആൾക്ക് ബലൂൺ പേടിയായതുകൊണ്ട് കണ്ടാൽ തന്നെ ആളുടെ മൂഡ് മൊത്തത്തിൽ മാറിപ്പോവും. പിന്നെ ആ ഡേ തന്നെ ഹാപ്പി ബർത്ത്ഡേ ആവില്ല, അത് ഹാപ്പി ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ 3 ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇതാ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരുമില്ല, ചെറിയച്ഛന്മാരെ 2 വീട്ടിലും എൻ്റെ വീട്ടിൽ നിന്നും മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. വേറെ നമ്മൾ ഗ്രാൻഡായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ബർത്ത്ഡേ ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതാണ് ഈ ആമക്കുട്ടിയുടെ ഒരു ഔട്ട്ഫിറ്റ്. അത് സോഫ്റ്റ് നെറ്റിൽ വരുന്നൊരു ഉടുപ്പാട്ടോ. സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സുകൾ അവർക്ക് വാങ്ങാറില്ല. പക്ഷെ എന്നാലും അതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഭംഗിയൊരു വെറൈറ്റി ആയിട്ട് അങ്ങനെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കേക്ക് കട്ടയിൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗിഫ്റ്റൊക്കെ ഇതാക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ ടേബിളിൽ വെക്കാനുള്ള ഗിഫ്റ്റ് ആയതുകൊണ്ട് അവളുടെ അമ്മായിയാണ് ഇട്ടത്. ഏട്ടൻ്റെ പെങ്ങളാണ്, ചെറിയച്ഛൻ്റെ മോളാണ്. അപ്പോൾ അത് അവിടെ വെക്കണം എന്ന് അവൾ പറഞ്ഞുകൊണ്ട് അതാദ്യം അങ്ങനെ കൊടുക്കുന്ന വീഡിയോ ജസ്റ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ട് നല്ല രസമുള്ളൊരു ഫ്രെയിമായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രണ്ടും ഒരു പിങ്ക് തീമിലുള്ള കേക്കാണ്. ഒന്ന് വൈറ്റ് ഫോറസ്റ്റും ഒന്ന് ചോക്ലേറ്റ് കേക്കുമാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മാച്ചിങ് ചെയ്തിടണം എന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ യാമീൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ മാച്ച് ആയിരിക്കും, ജെൻസിന് അങ്ങനെ ചിലപ്പോൾ മാച്ച് ആവണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഒരു സെയിം കളറും മോള് വേറൊരു കളറും അങ്ങനെയാണ് ഇങ്ങനെ ആയത്. പിന്നെ നമ്മുടെ വലിയ പരിപാടിയൊന്നുമല്ലല്ലോ, നമ്മൾ വീട്ടുകാർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സിമ്പിളാക്കിയത്. പിന്നെ നമുക്കിനി ഒരുപാട് കല്യാണങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഡ്രസ്സ് എടുക്കാനുള്ളതുകൊണ്ട് പിന്നെ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്തു ഗ്രാൻഡാക്കാതെ. അങ്ങനെ ഇപ്പോൾ പിന്നെ നമ്മൾ കുട്ടികളെല്ലാവരും കൂടെ കേക്ക് കട്ടിങ് ഒക്കെ അല്ലേ, അത് കുട്ടികൾക്കല്ലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഞങ്ങളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ കുട്ടികളെല്ലാവരും കൂടെ വിളിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യായിട്ടുണ്ടായത്. ഏട്ടന്മാരെ കുട്ടികളും അങ്ങനെയൊക്കെയാണ് ഇവരെല്ലാവരും കൂടെ. അവർക്കൊരു സന്തോഷമായിക്കോട്ടെ. അപ്പം നമ്മൾ അങ്ങനെയാട്ടോ കട്ട് ചെയ്തത്. ഏറ്റവും ചെറിയ ആളാണ് നമ്മുടെ പൂമ്പൊടി കേട്ടോ. പൂമ്പൊടി ആമി ഇട്ട പേരാട്ടോ. ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ്. ആൾക്ക് 5 മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. നമ്മൾ കേക്ക് നമ്മളിങ്ങനെ ഈ ആമയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള പരിപാടികളൊക്കെ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക, ഫുഡ് കഴിക്കുക. ജസ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ഇതിൽ അങ്ങനെ കഴിക്കാനാണ് കേട്ടോ വിചാരിച്ചത്. ആദ്യം ആരുമില്ലാണ്ട് നമ്മളെ വീട്ടുകാർ മാത്രമാണ് വിചാരിച്ചത്. പിന്നെ നമ്മളെന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ചെറിയച്ഛന്മാരെ വീട്ടിൽ അവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് അങ്ങനെ ആക്കി. ഇത് അച്ഛനാട്ടോ, യാമിയുടെ അമ്മച്ചനാണ് ഇപ്പോൾ കേക്കൊക്കെ കൊടുത്തത്. പിന്നെ യാമി കത്തിയോളം വായിലുണ്ട് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ യാമിയുടെ അമ്മമ്മയാണ് കേട്ടോ കേക്ക് കൊടുക്കുന്നത്. എല്ലാവർക്കും ക്യാമറയിലൊക്കെ വരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വേഗം കൊടുത്ത് ഓടുന്ന കേട്ടോ. ഇത് ഏട്ടൻ്റെ ചെറിയച്ഛനാണ്, യാമിയുടെ അച്ചച്ചൻ. പിന്നെ ഇത് ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ, യാമിയുടെ അച്ചമ്മ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കേക്കുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യാമയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്, കേക്ക് ഇങ്ങനെ കിട്ടില്ലേ കഴിക്കാൻ. ഇതും ചെറിയച്ഛൻ്റെ മോൾ തന്നെയാണ് കേട്ടോ, യാമിയുടെ ആൻറ്റിയാണ്. അപ്പോൾ അവളെന്തൊക്കെയോ അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ എല്ലാവരും വായിൽ വെച്ച് തരില്ലേ. അപ്പോൾ ആൾ അവസരം മുതലെടുത്ത് എല്ലാം കഴിക്കുകയാണ്. ഇത് യാമിയുടെ ആൻറ്റിയാണ് കേട്ടോ, എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഇതും ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫാണ്, നമ്മുടെ പൂമ്പൊടീനെ കാണിച്ചില്ലേ, പൂമ്പൊടീൻ്റെ അമ്മയാട്ടോ. അപ്പോൾ യാമിയുടെ വല്യമ്മ. അങ്ങനെ ഇതും ചെറിയമ്മയാണ് കേട്ടോ, ഏട്ടൻ്റെ ചെറിയമ്മയാണ്, എൻ്റെ അമ്മായിയാണ്.
ഇപ്പോൾ കേക്ക് കൊടുക്കുന്ന യാമിയുടെ മാമനാണ് കേട്ടോ, ബൈജു മാമൻ. എൻ്റെ ഏട്ടനാണ്. എൻ്റെ നേരെ ഏട്ടൻ, ഈ മൂത്തൊരു ഏട്ടനും കൂടെ ഉണ്ട്, ആൾ നാട്ടിലില്ല കേട്ടോ. പിന്നെ ഇതും വേറൊരു ചെറിയമ്മയാണ് കേട്ടോ, യാമീൻ്റെ അച്ഛമ്മ. അപ്പോൾ അങ്ങനെ അവരൊക്കെ കേക്ക് കൊടുത്തു. പിന്നെ ഇതിൽ പെടാത്ത, വീഡിയോയിൽ പെടാത്തവരുണ്ട് കേട്ടോ കേക്ക് കൊടുത്ത്. ഒരു കുഞ്ഞമ്മായി ഉണ്ട് ഇവക്ക്, ശ്രേയ. അവൾ കേക്ക് കൊടുക്കുന്നതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല തോന്നുന്നു. ആ കേക്ക് കട്ട് ചെയ്ത ഗ്യാപ്പിലേറ്റ് വായിൽ വെച്ച് കൊടുത്താണ്. അപ്പം അങ്ങനെ പിന്നെ ഇതിൽ തന്നെ ഇൻകംപ്ലീറ്റ് ആണ് ഈ ഒരു ഫ്രെയിം എന്ന് പറയണത്. കാരണം ഏട്ടൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടന്മാർ നാട്ടിലില്ല. അങ്ങനെ പിന്നെ എൻ്റെ ബ്രദറ്, പിന്നെ ഈ നേരത്തെ കണ്ടില്ലേ ബൈജു മാമൻ, ആളുടെ വൈഫ് ഡെലിവറി കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകളെ മിസ്സിങ് ഉണ്ട്. എന്നാലും നമ്മളിതിങ്ങനെ ഉള്ളവർ വെച്ച് നമ്മൾ അങ്ങനെ ചെറിയൊരു സെലിബ്രേഷൻ കേട്ടോ. പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റിലാക്കുകയാണ്, എല്ലാവർക്കും കേക്ക് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനിടയിൽ ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് മറന്നുപോയി, ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ചേച്ചിയുടെ മോനാട്ടോ, ഏട്ടൻ്റെ മോൻ, നമ്മുടെ പൂമ്പൊടിയുടെ ഏട്ടനാണിത്. ധ്യാനുട്ടൻ എന്നാട്ടോ ഞങ്ങൾ വിളിക്കുക. അപ്പോൾ ധ്യാനുട്ടൻ ഗിഫ്റ്റ് കൊടുക്കുകയാണ് യാമി കുട്ടിക്ക്. ടാട്ടനാണ് ധ്യാനുട്ടേട്ടൻ. പിന്നെ ഇത് അവളുടെ ആൻറ്റി, വലിയ ആൻറ്റി. അപ്പോൾ അത് അവരും ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൾ നല്ല സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്നുള്ള ഗിഫ്റ്റ് കേട്ടോ. അപ്പോൾ അത് ആൻറ്റി കൊടുക്കുകയാണ്. അങ്ങനെ യാമിനെ ജസ്റ്റ് അവിടെ നിർത്താട്ടോ. അവളവിടെ സ്റ്റൂളിലാണ് അവളെ നിർത്തിയിട്ടുണ്ടായിരുന്നു, കറക്റ്റ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി അവൾ അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ താഴെ പോവും. അപ്പോൾ പൂമ്പൊടി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിട്ട് എല്ലാവരും മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ ഏട്ടൻ്റെ, അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫും കുട്ടികളും എത്തിയിട്ടില്ല. അവർക്കൊരു കാരണവശാൽ എത്താൻ പറ്റിയില്ല. ചേച്ചിയുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയതാണ്, അപ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ കുറവുണ്ട് കേട്ടോ. അങ്ങനെ പൂമ്പൊടീനെ എല്ലാവരും കൂടെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെയാണല്ലോ, വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കും. പിന്നെ യാമി ഇവിടെ കേക്ക് കഴിയിലാണ്. ഇന്നത്തെ ഫുഡിങ്ങൊക്കെ ഒരു കഥയായിരിക്കും. കേക്ക് കഴിക്കണ തിരക്കിലാണ് എല്ലാവരും. ഞാനും കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യാമി കഴിക്കലാണ്. കുട്ടികൾക്ക് പിന്നെ കേക്ക് മിഠായിയൊക്കെ നല്ല ഇഷ്ടമാണല്ലോ. ഇത് മന്തിയാട്ടോ, ഞാൻ ഉണ്ടാക്കിയ മന്തിയാണ്. പിന്നെ പായസം ഉണ്ടായിരുന്നു, അടപ്പായസമായിരുന്നു കേട്ടോ. അത് ചെറിയമ്മയാണ്. എല്ലാവർക്കും ക്യാമറ കാണുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെയിം നല്ല ഇഷ്ടമായിട്ട് എനിക്ക്, അതാ വീണ്ടും വീണ്ടും പറയണേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ക്യാമറ കണ്ട എല്ലാവരും ഇതെങ്ങനെയാണ്. പിന്നെ യാമിക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഗിഫ്റ്റ് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് ആൻറ്റി വാങ്ങിയതാട്ടോ, യാമിയുടെ ആൻറ്റി വാങ്ങിയിട്ടുള്ള, വലിയ ആൻറ്റി വാങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്. ചെറിയച്ഛൻ്റെ മോള് കേട്ടോ. പിന്നെ അതിലേക്ക് മാച്ചിങ് ആയിട്ട് നമ്മുടെ ഹെയറിൽ വെക്കുന്ന ആക്സസറീസ് ഉണ്ടല്ലോ, ഈ ഒരു സംഭവം ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വള വാങ്ങിച്ചിട്ടുണ്ട്. വളയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, നമ്മുടെ ചുറ്റുവള മോഡലായിരുന്നു. പിന്നെ നമ്മുടെ തലയിൽ വെക്കുന്ന ടിപ്പ് ടോപ്പ് ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെരുപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ചെറിയച്ഛൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെരുപ്പ് കേട്ടോ. യാമിക്ക് കൂടുതൽ ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എടുക്കുന്നത് ധ്യാനുട്ടേട്ടൻ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. വല്യമ്മയും വല്യച്ഛൻ്റെയൊക്കെ വകയുള്ള ഗിഫ്റ്റാണിത്. ലൈറ്റ് കത്തുന്ന ഷൂ ആണ് കേട്ടോ. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇതിൽ പൊട്ടിക്കാൻ മറന്നത്, ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞതല്ലാത്തതുകൊണ്ട് നമ്മളത് കവർന്ന് നേരെ എടുക്കുക ചെയ്ത് കേട്ടോ. അതാണ് ഇപ്പം ഇട്ടിട്ടുള്ളത് കേട്ടോ. യാമി ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സും ഈ ഒരു ഷൂവുമാണ് അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ, യാമിയുടെ അമ്മമ്മൻ്റെ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കുക കേട്ടോ. കൊണ്ടുവന്ന എല്ലാ ഗിഫ്റ്റും ഇട്ടിട്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ആ മന്തിയൊക്കെ വിളമ്പി എല്ലാവർക്കും കൊടുക്കണം. മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ആളുകൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്, അപ്പോൾ റെഡിയായി കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും ചെറിയമ്മമാരൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ മന്തി എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി, കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായമായിട്ടോ പറഞ്ഞു. പിന്നെ നമ്മൾ അതിലേക്ക് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു ചട്നി ടൈപ്പ് ഉണ്ടല്ലോ, നമ്മുടെ തക്കാളിയും ചപ്പും പുതിനയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ ഒരു ഇത്, മയോണൈസ് പറ്റാത്ത കുറേ ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു.
എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം നിലത്തിരിക്കാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ എല്ലാവരും ഉള്ളതല്ല, അപ്പോൾ നമ്മൾ ടേബിളിൽ തന്നെ ഇങ്ങനെ ട്രിപ്പായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും വിളമ്പി വെച്ചു. ആദ്യം ഇവരെല്ലാവരെയും ഇരുത്തി, ചെറിയച്ഛന്മാരെയും അങ്ങനെ അച്ഛനെയും എല്ലാവരും ഇരുത്തി. അപ്പോൾ യാമി അച്ഛൻ്റെ മടിയിലിരുന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. യാമിയുടെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ അവളും കൂടെ ഇരുത്താമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ്റെ മടിയിലിരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു ബർത്ത്ഡേ വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ.